നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ബ്രസീലും ഫ്രാൻസും തമ്മിലുള്ള സൂപ്പർ പോരാട്ടം നമ്മൾ കാത്തിരിക്കുകയാണല്ലോ. ആര് ജയിക്കും, മുൻതൂക്കമാർക്ക്, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളുണ്ട്. തീർച്ചയായിട്ടും ഫിഫ റാങ്കിങ്ങിലൊക്കെ ബ്രസീലിനേക്കാളും മുന്നിലാണ് ഫ്രാൻസ്. സമീപകാലത്തെ ഈ ടീമുകളുടെ പെർഫോമൻസ് നോക്കിയാൽ ഫ്രാൻസ് കുറച്ചുകൂടി കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയേണ്ടി വരും. 8-8 കണക്ക് കുറേ പഴയതായതുകൊണ്ട് അതിലേക്ക് പോകുന്നതിൽ അർത്ഥമില്ല. ഈ അടുത്ത കാലത്തൊന്നും, കഴിഞ്ഞ വർഷങ്ങളിലൊന്നും, സമീപ വർഷങ്ങളിലൊന്നും അവർ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുമില്ല. അപ്പോൾ രണ്ട് ടീമുകളുടെയും 11 ആരൊക്കെ ഉണ്ടാകും, ഏത് തരത്തിലുള്ള കളിയാണ് പ്രതീക്ഷിക്കേണ്ടത്? ബ്രസീൽ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിക്കുകളുടെ പ്രശ്നങ്ങൾ അവർ അലട്ടിയിട്ടുള്ളതാണ്. ഡിഫൻസ് ആകെ പൊളിഞ്ഞ മട്ടിലാണ്. എദർ മിലിറ്റാവോ ഓൾറെഡി പരിക്കേറ്റ് സ്ക്വാഡിൽ ഉണ്ടായിരുന്നില്ല. സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് ഗബ്രിയൽ മഗല്ലസിന് പരിക്കായി, പിന്നെ ട്രാവൽ ചെയ്തില്ല. മാർക്കിനോസ് സ്ക്വാഡിൽ വന്നിട്ട് ഹാംസ്ട്രിങ് പ്രശ്നമുള്ളതുകൊണ്ട് ഈ കളിക്കുന്നില്ല. സെൻറ്റർ ബാക്ക് പൊസിഷൻ ആകെ ബുദ്ധിമുട്ടാണ് എന്നർത്ഥം. ആഞ്ചലോട്ടി ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് ലിയോ പെരീര കളിക്കും, മാർക്കിനോസിൻ്റെ പകരക്കാരുടെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്നാണ്. അപ്പോൾ ഇബാനസ് ഓർ ബ്രമർ രണ്ടാലൊരാൾ അവിടെ കളിക്കും. ലഭ്യമാവുന്ന സൂചനകൾ ഇബാനസ് കളിച്ചേക്കും എന്ന തരത്തിൽ ഉണ്ട്. ഇപ്പോൾ ഇബാനസും ലിയോ പെരീരയുമാണ് സെൻട്രൽ ബാക്കുമാരെങ്കിൽ ഇരു പാർശ്വങ്ങളിൽ ആരൊക്കെ ഇറങ്ങുന്നുള്ളതും ഇന്നലെ ആഞ്ചലോട്ടി കൺഫേം ചെയ്താണ്. അത് വെസ്ലിയും ഡഗ്ലസ് സാന്റോസുമായിരിക്കും. മധ്യനിരയിലേക്ക് കാസമിറോയും ആൻഡ്രി സാന്റോസുമായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മുന്നേറ്റത്തിൽ റാഫീഞ്ഞയും ഗബ്രിയൽ മാർട്ടിനെല്ലിയും ഇരു പാർശ്വങ്ങളിൽ, ഗോളടിക്കാനുള്ള ചുമതല മാത്യൂസ് കുഞ്ഞയ്ക്കും വിനി ജൂനിയർക്കും. അപ്പോൾ ഒരു മുന്നേറ്റത്തിന് 4 സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ടീമിന് ഇറക്കാനാണ് ആഞ്ചലോട്ടിയുടെ പ്ലാൻ എന്നത് വളരെ വ്യക്തമാണ്. ആഞ്ചലോട്ടി ഇന്നലെ ഫ്രാൻസിനെ കുറിച്ച് പറഞ്ഞത് അവർ വളരെ വേഗതയുള്ളൊരു ടീമാണ്, സംഗതിയൊക്കെ ശരിയാണ്, നമുക്കത് തടയാൻ പറ്റണം, പിന്നെ നമുക്ക് നമ്മുടെ ക്വാളിറ്റി ഉപയോഗപ്പെടുത്തണം, കൗണ്ടർ അറ്റാക്കിനും മറ്റുമൊക്കെയുള്ള കപ്പാസിറ്റി നമുക്കുമുണ്ട്, അത് ഉപയോഗപ്പെടുത്തുക, വിജയിക്കുക, അതാണ് ലക്ഷ്യമെന്ന് ആഞ്ചലോട്ടി പറയുന്നു. എന്നാൽ മറുഭാഗത്ത് ഫ്രാൻസും ഇതുപോലെ 4 സംഘത്തെ മുന്നേറ്റങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ഇറങ്ങാൻ തന്നെയാണ് പ്ലാൻ. ദിദിയർ ദശാം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അതിൻ്റെ സൂചന നൽകുകയും ചെയ്തു. ഡംബലയും ഒലീസയും ഡെസേർഡുവും എംബാപ്പയും ഒരുമിച്ച് ചേർന്നുള്ളൊരു മുന്നേറ്റ നിര. ഗോൾ കീപ്പറായിട്ട് മാഗ്നനും, പിന്നെ ഡിഫൻസിൽ ഗസ്റ്റോയും ഉപ്പമെക്കാനയും കൊനാറ്റയും ടിയോ ഹെർണാണ്ടസും, മധ്യനിരയിൽ ഷൂമനിയും റാബിയോട്ടും, പിന്നെ ഈ പറഞ്ഞ 4 മുന്നേറ്റ നിര താരങ്ങൾ ഡംബലെ, ഒലീസെ, ഡിസേർഡു, എംബാപ്പെ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കണം, ബ്രസീലിൻ്റെ ഡിഫൻസിനെ കീറി മുറിക്കാനുള്ള കപ്പാസിറ്റി ഈ മുന്നേറ്റ നിരക്കില്ലേ? പ്രത്യേകിച്ച് ബ്രസീലിൻ്റെ ഫസ്റ്റ് ചോയ്സ് സെൻറ്റർ ബാക്കുമാരല്ല കളിക്കുന്നത് എന്ന കാര്യം കൂടി നോക്കണം. എദർ മിലിറ്റാവോയും മാർക്കിഞ്ഞോസും, അല്ലെങ്കിൽ എദർ മിലിറ്റാവും ഗബ്രിയൽ മെഗല്ലസും മാർക്കിഞ്ഞോസും ഒക്കെ ആണെങ്കിൽ ഈ മുന്നേറ്റ നിരക്കെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റും. കാരണം എംബാപ്പയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് എദർ മിലിറ്റാവൊക്കെ അറിയാം. ഒലീസയെ തടയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ഡിസേർഡുവും ഡംബലയെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാവുന്ന മാർക്കിഞ്ഞോസ്. പക്ഷേ ഇവരൊന്നും ഇല്ല. അപ്പോഴാണ് ഇബാനസോ ബ്രമറോ ഒരു ഭാഗത്തും മറുഭാഗത്ത് ലിയോ പെരീരയും വെച്ച് ഇത് തടയാൻ വേണ്ടി നോക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ കാസമിറോക്ക്, ആൻഡ്രി സാന്റോസിന് പിടിപ്പത് പണിയുണ്ടാകും. ഫ്രാൻസിൻ്റെ മുന്നേറ്റങ്ങളെ മധ്യനിരയിൽ തന്നെ നുള്ളിക്കളയുക എന്ന ജോബ് അവർക്കായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ പുറകിലേക്ക് ഇറങ്ങി ഡിഫൻസിനെ സഹായിക്കേണ്ട റോളും അവർക്കുണ്ടാകും. സോ ബ്രസീൽ ഗോൾ കീപ്പറായിട്ട് ബെൻഡോയോ എഡേഴ്സിനോ അക്കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. ബെൻഡോ ഇപ്പം ഇന്നും ഫോമിലാണ് എന്നുള്ളത് മറക്കണ്ട. ഇടക്കാലത്തൊന്നും മങ്ങിയെങ്കിലും ഇപ്പോൾ അദ്ദേഹം തുടരെ ക്ലീൻ ഷീറ്റുകളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. സോ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ബെൻഡോ അല്ലെങ്കിൽ എഡേഴ്സൺ രണ്ടല്ലോ ഒരാൾ, അത്രേ അതിൽ പറയാനുള്ളൂ. ഡിഫൻസാണ് വെസ്ലി, ഇബാനസ്, ലിയോ പെരീര, ഡഗ്ലസ് സാന്റോസ്. അവരെ കൊണ്ട് തടയാൻ പറ്റുമോ ഈ മിസൈൽ ആക്രമണ നിര എന്നുള്ളതാണ് ചോദ്യം. അതിനാണ് കാസമിറോക്കും ആൻഡ്രി സാന്റോസിനും പിടിപ്പത് പണിയുണ്ടാകും എന്ന് പറയാൻ കാരണം. എന്നാൽ ബ്രസീലിൻ്റെ മുന്നേറ്റത്തിന് അത്ര മോശമൊന്നുമല്ല. ലോക ഫുട്ബോളിൽ ഇന്ന് ഏറ്റവും മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ വിനി ജൂനിയർ. മോശമല്ലാത്ത ഫോമിലാണ് നമുക്കറിയാലോ. റാഫീഞ്ഞയുടെ കാര്യം പിന്നെ പറയേണ്ട, തൊട്ടാൽ പൊള്ളുന്ന ഫോമിലാണ് ആളുള്ളത്. ഗബ്രിയൽ മാർട്ടിനെല്ലിയും മോശമല്ല എന്ന് തന്നെ കരുതണം, മോശമാക്കില്ല എന്ന് തന്നെ കരുതണം. അപ്പോൾ ഫ്രാൻസിൻ്റെ ഡിഫൻസിനെ ഗസ്റ്റോ, ഉപ്പമെക്കാനോ, കൊനാറ്റെ, ടിയോ ഹെർണാണ്ടസ് ഡിഫൻസിനെ മറികടക്കാനുള്ള കപ്പാസിറ്റി അവിടെയുണ്ട്. പിന്നെ ഷൂമനിയെ പോലുള്ള ഒരാൾ ഡിഫൻസിനെ സഹായിക്കാൻ കൂടി ഉണ്ടാകും എന്നത് നോക്കണം. ചുരുക്കത്തിൽ 2 കിടിലൻ മുന്നേറ്റ നിര 2 ടീമിനും ഉണ്ട്. എന്നാൽ ബ്രസീലിനേക്കാൾ മികച്ച ഡിഫൻസ് ഫ്രാൻസിനുണ്ട് എന്നത് അവർക്കൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അവിടെയാണ് ഈ കളി വിധി എഴുതാൻ പോകുന്നത്. പക്ഷേ
ആഞ്ചലോട്ടി എന്ത് തന്ത്രങ്ങളും മെനയും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നുള്ളതും കളിയിൽ നിർണായകമായിരിക്കും. ആഞ്ചലോട്ടിയും ദിദിയർ ദശാമും 2 തലമുതിർന്ന കോച്ചുമാർ തന്ത്രങ്ങൾ മെനഞ്ഞ് തങ്ങളുടെ ടീമിനെ കളിക്കളത്തിലേക്ക് ഇറക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ക്ലാസിക് പോരാട്ടമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് ഇടുക.